ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതിന് വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങളെ അയക്കാൻ കേന്ദ്ര സർക്കാർ. സംഘങ്ങളെ നയിക്കുക ഭരണ പ്രതിപക്ഷാംഗങ്ങൾ. സ്കൂൾ പരിസരങ്ങളിൽ അപകടാവസ്ഥയിലുള്ള എല്ലാ കെട്ടിട ഭാഗങ്ങളും സ്കൂൾ തുറക്കും മുൻപ് പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് മീസൽസ് റുബല്ല വാക്സിനേഷൻ സമ്പൂർണ്ണമാക്കുന്നതിന് പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആലപ്പുഴയിൽ നെല്ല് സംഭരണം പ്രതിസന്ധിയിലായ പാടങ്ങളിൽ നിന്ന് നെല്ല് ശേഖരിക്കാൻ നടപടിയുമായി കൃഷിവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ 103 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 22-ന് ഉദ്ഘാടനം ചെയ്യും. രാജസ്ഥാനിലെ ബിക്കാനീറിലാണ് ഉദ്ഘാടന ചടങ്ങ്. പ്രാദേശിക സംസ്കാരവും പൈതൃകവും പ്രദർശിപ്പിക്കുന്ന തരത്തിലാണ് ആധുനിക സൌകര്യങ്ങളോടെ സ്റ്റേഷനുകൾ നവീകരിച്ചിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് പാകിസ്ഥാന്റെ ഭീകരബന്ധങ്ങൾ തുറന്നു കാട്ടുന്നതിനായി വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങളെ അയക്കാൻ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. കോൺഗ്രസ് നേതാവ് ശശി തരൂർ, ബിജെപിയുടെ രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡ, ജെഡിയുവിന്റെ സഞ്ജയ് കുമാർ ഝാ, ഡിഎംകെ അംഗം കനിമൊഴി കരുണാനിധി, എൻസിപി അംഗം സുപ്രിയ സുലെ, ശിവസേനയുടെ ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ എന്നിവർ പ്രതിനിധി സംഘങ്ങളെ നയിക്കും. ഈ മാസം അവസാനം UN സുരക്ഷാ സമിതിയിലെ അംഗരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന പങ്കാളിത്ത രാഷ്ട്രങ്ങളിൽ സംഘം സന്ദർശനം നടത്തും. സ്റ്റാർട്ടപ്പ് രംഗത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച പ്രകടനമാണ് കേരളം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പ്രൊഫഷണലുകളുമായി തിരുവനന്തപുരത്ത് സംവദിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ അഭിപ്രായങ്ങളിൽ നയരൂപീകരണമടക്കമുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ആലപ്പുഴയിൽ നെല്ല് സംഭരണം പ്രതിസന്ധിയിലായ പാടങ്ങളിൽ നിന്ന് നെല്ലെടുപ്പ് ആരംഭിച്ച കൃഷിവകുപ്പ്. ഉപ്പുവെള്ളം കയറിയും അതുഷ്ണം മൂലവും വിളവും ഗുണനിലവാരവും കുറഞ്ഞതിനാൽ സപ്ലൈകോ മുഖാന്തരമുള്ള നെല്ലെടുപ്പ് പ്രതിസന്ധിയിലായ പാടങ്ങളിൽ നിന്നാണ് നെല്ല് സംഭരിക്കുന്നത്. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് മുഖേന നെല്ല് സംഭരിക്കുന്നതിനാണ് സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത്. ഇപ്രകാരം നെല്ലെടുക്കുമ്പോൾ കർഷകർക്കുള്ള നെല്ലിന്റെ വില നെല്ലിന്റെ ഗുണനിലവാരത്തിന് ആനുപാതികമായി കർഷകരുടെ അക്കൗണ്ടിലേക്ക് കൃഷിവകുപ്പ് നൽകുന്നതാണ്. തുടക്കത്തിൽ 450 ടൺ നെല്ലാണ് സംഭരിക്കുന്നത്. ഇതിനായി 3 കോടി രൂപ കൃഷിവകുപ്പിന് പ്രത്യേക പാക്കേജായി സർക്കാർ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ സ്കൂൾ പരിസരങ്ങളിൽ അപകടാവസ്ഥയിലുള്ള എല്ലാ കെട്ടിട ഭാഗങ്ങളും സ്കൂൾ തുറക്കും മുൻപ് പൊളിച്ചു നീക്കാൻ നിർദ്ദേശം. മന്ത്രിമാരായ MB രാജേഷിന്റെയും V ശിവൻകുട്ടിയുടെയും നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ജില്ലാ കളക്ടർമാർ നൽകുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയും ചെയ്യും. പഴയ കെട്ടിടങ്ങൾക്ക് സമീപമായതിനാൽ പുതിയ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് കിട്ടാത്ത സാഹചര്യവും നിലവിലുണ്ടെന്ന് യോഗം വിലയിരുത്തി. മീസൽസ് റുബല്ല രോഗനിവാരണം ലക്ഷ്യമിട്ട് 5 വയസ്സുവരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ സമ്പൂർണ്ണമാക്കാൻ പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഈ മാസം 19 മുതൽ 31 വരെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഉടനീളവും മറ്റ് 8 ജില്ലകളിൽ വാക്സിനേഷൻ കവറേജ് കുറഞ്ഞ പ്രദേശങ്ങളിലും ക്യാമ്പയിൻ സംഘടിപ്പിക്കും. കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുത്തു എന്ന് എല്ലാവരും ഉറപ്പാക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ ഈ മാസം 22 വരെ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന കലാമേളയിൽ ജനത്തിരക്കേറുന്നു. അവധിക്കാലമായതിനാൽ കുടുംബമായി മേള കാണാനെത്തുന്നവരാണ് ഏറെയും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 186 ശീതീകരിച്ച സ്റ്റാളുകളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. വ്യവസായ വകുപ്പ്, നോർക്ക റൂട്ട്സ് എന്നീ വകുപ്പുകളുടെ സ്റ്റാളുകളിലും സേവനത്തിനായി ആളുകൾ കൂടുതലായി എത്തുന്നുണ്ട്. രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് മേള നടക്കുന്നത്. ജില്ലയിൽ ആദ്യമായി നടക്കുന്ന മർസി ബാൻഡ് മ്യൂസിക് നൈറ്റ് ഷോ കാണാൻ യുവാക്കളുടെ നല്ല തിരക്കും ഇവിടെ കാണാനാകും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് എറണാകുളത്തും തിരുവനന്തപുരത്തും തുടക്കം. ഈ മാസം 23 വരെയാണ് പ്രദർശന വിപണന മേള. തിരുവനന്തപുരത്ത് മന്ത്രി V ശിവൻകുട്ടി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എറണാകുളത്തെ മേള മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയ്ലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. തിരുവനന്തപുരം വഞ്ചിയൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് 12ാം കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ച് വനം വകുപ്പ്. മാട്ടുപ്പെട്ടി R&T എസ്റ്റേറ്റിലാണ് തൊഴിലാളികൾ കടുവകളെ കണ്ടത്. 3 ദിവസത്തേക്ക് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 കടുവകളുടെ കാൽപ്പാടുകളാണ് കണ്ടെത്തിയത്. നിലമ്പൂർ സൌത്ത് DFOയെ സ്ഥലം മാറ്റിയത് MLA അടക്കമുള്ള നാട്ടുകാർ വീഴ്ച ചൂണ്ടിക്കാട്ടിയതുകൊണ്ടാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മലപ്പുറം കടുവാ ദൌത്യത്തെ സ്ഥലമാറ്റം ബാധിക്കില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. വനം വകുപ്പിനെതിരെയുള്ള വിമർശനങ്ങൾ ഗൌരവത്തോടെ കാണുന്നതാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രം പറയുന്ന സ്മാരകവും ടൂറിസം വില്ലേജും മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പാർക്കിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ഉദ്യാന പദ്ധതിയോട് ചേർന്നുള്ള 5 ഏക്കറിലാണ് കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ്. 20-ാം നൂറ്റാണ്ടിന്റെ പിറവിയോടെ ഇടുക്കിയുടെ മലമടക്കുകളിലേക്ക് ആരംഭിച്ച കർഷക കുടിയേറ്റത്തിന്റെയും കുടിയിറക്ക നീക്കങ്ങളുടെയും തുടർന്നുള്ള ജീവിതത്തിന്റെയും സ്മരണകൾ ഉണർത്തുന്ന ശില്പങ്ങളും കൊത്തുപണികളും അടങ്ങിയ ഇടുക്കിയുടെ ഭൂതകാലമാണ് കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജിലുള്ളത്. കോൺക്രീറ്റിലാണ് ജീവസുറ്റ പ്രതിമകളും രൂപങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിലായി സ്മാരക മ്യൂസിയവും അതോടൊപ്പം ഒരു കോഫി ഷോപ്പും സജ്ജീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സംഘടനാ നേതാവും സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായ T നാരായണൻ തിരുവനന്തപുരത്ത് അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ശിശുക്ഷേമ സമിതിയുടെ ട്രഷററായി ഏറെക്കാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഭൌതികദേഹം നാളെ 2 മണി മുതൽ ശിശുക്ഷേമ സമിതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം നാളെ വൈകുന്നേരം 4:30 തൈക്കാട് ശാന്തി കവാടത്തിൽ. ലക്ഷദ്വീപിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടക സംഘം കപ്പൽ മാർഗം കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു. 57 പുരുഷന്മാരും 54 സ്ത്രീകളും ഉൾപ്പെടെ 112 പേരാണ് സംഘത്തിലുള്ളത്. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരുക്കിയ പ്രത്യേക ഹജ്ജ് ക്യാമ്പിൽ തങ്ങിയതിനു ശേഷം ഈ മാസം 20 തീർത്ഥാടക സംഘം ജിദ്ദയിലേക്ക് പുറപ്പെടും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഈ മാസം 20 വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും കേരളത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കായികമന്ത്രി V അബ്ദുറഹ്മാൻ. സ്പോൺസർ കമ്പനി പണമടച്ചാൽ അർജന്റീന ടീം കേരളത്തിലെത്തുന്നതിന് മറ്റ് തടസ്സങ്ങളില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സംഘം എത്തിയാൽ മത്സരത്തിന് സ്റ്റേഡിയങ്ങൾ സജ്ജമാണെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്പോൺസർ കമ്പനി പണം നൽകാത്തതിനാൽ മെസ്സി എത്തില്ല എന്ന ആരോപണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ആരാധകരുടെ പ്രതീക്ഷകൾക്ക് ഒരു കോട്ടം തട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ സ്പോൺസർ പറഞ്ഞതനുസരിച്ച് ഈ ടീം വരുന്ന ഒക്ടോബറിൽ കേരളത്തിൽ കളിക്കും. മറ്റു തടസ്സങ്ങളൊന്നുമില്ല. ഈ പണം അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരിട്ട് തന്നെ അർജന്റീനിയൻ ടീം മാനേജ്മെന്റ് കേരളത്തിലെത്തി അവർ തന്നെ വാർത്താസമ്മേളനം നടത്തും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരള ലോകായുക്ത ഈ മാസം 27 മുതൽ 30 വരെ കണ്ണൂരും കോഴിക്കോടും സിറ്റിംഗ് നടത്തും. ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാറും ഉപലോകായുക്ത ജസ്റ്റിസ് ഷെർസി വിയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് സിറ്റിംഗ് നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതിന് വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങളെ അയക്കാൻ കേന്ദ്ര സർക്കാർ. സംഘങ്ങളെ നയിക്കുക ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ. സ്കൂൾ പരിസരങ്ങളിൽ അപകടാവസ്ഥയിലുള്ള എല്ലാ കെട്ടിട ഭാഗങ്ങളും സ്കൂൾ തുറക്കും മുൻപ് പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് മീസൽസ്, റുബല്ല വാക്സിനേഷൻ സമ്പൂർണ്ണമാക്കുന്നതിന് പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആലപ്പുഴയിൽ നെല്ല് സംഭരണം പ്രതിസന്ധിയിലായ പാടങ്ങളിൽ നിന്ന് നെല്ല് ശേഖരിക്കാൻ നടപടിയുമായി കൃഷിവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.